ഇന്ത്യയിലെ ആദ്യമായിട്ടൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ബ്ലോക്ക് ചെയിൻ രംഗത്തേക്ക് വരുന്നു. ആ ഒരു പ്രോജക്റ്റ് മേക്കിംഗ് ഇന്ത്യ പ്രോജക്റ്റിൽ വരുന്ന ഈ ഒരു സംരംഭം മാസ്റ്റർ സ്റ്റോക്ക് ടെക്നോസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി പൂനെ, മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ഈ അവസരം എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ മനസ്സിലാക്കാം. ഇന്ത്യയിൽ നിന്നും ഒരു ബ്ലോക്ക് ചെയിൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ബ്ലോക്ക് ചെയിനുകളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോജക്റ്റുകളും ഒക്കെ നമ്മൾ ഈ പലരും ചെയ്തിട്ടുണ്ടാവും, ചെയ്യുന്നുണ്ടാവും, ഇനിയും ചെയ്യാനും ഇരിക്കുന്നുണ്ടാവും. അപ്പോ ഇതെല്ലാം വരുന്നത് പുറത്തു നിന്നുള്ള ഒരു ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ടായിരിക്കാം അതിന്റെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിൻ പബ്ലിക്കിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ലെയർ 1 പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആയിട്ട് വരുന്നു. ടോപ്പ് കാറ്റഗറി ബ്ലോക്ക് ചെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലോക്ക് ചെയിന്റെ പേരാണ് MST ബ്ലോക്ക് ചെയിൻ. നമുക്കറിയാം വേൾഡിൽ 50ഓളം പബ്ലിക് ബ്ലോക്ക് ചെയിനുകളുണ്ട്. ഈ പബ്ലിക് ബ്ലോക്ക് ചെയിനുകളിനകത്ത് 51ാമത്തെ വരുന്നത് ഇപ്പൊ ഇന്ത്യയിൽ നിന്നാണ്. ഇതുവരെയുള്ള ബ്ലോക്ക് ചെയിനുകളിൽ പല കൺട്രികളിൽ നിന്നുള്ള ബ്ലോക്ക് ചെയിനുകളിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇന്ത്യൻസ് ആണ് ഇന്ത്യയിലേക്ക് ഈ ഒരു ബ്ലോക്ക് ചെയിൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇന്ത്യയിൽ വന്ന് ഈ ഒരു ബ്ലോക്ക് ചെയിന്റെ ഭാഗമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല ബ്ലോക്ക് ചെയിനുകളുടെ ഉള്ള ഒരുപാട് ഡിഫക്ട്സ് കാര്യങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ കൂടുതൽ ഒരു ടെക്നോളജി വൈസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ വരുന്നത്. അതുകൂടാതെ ഇതിന്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് 3 seconds ആണ് പെർ ബ്ലോക്ക് ക്രിയേഷൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത്. നിലവിലുള്ള ബ്ലോക്ക് ചെയിനിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പീഡിനെ അപേക്ഷിച്ച് 5 ഇരട്ടി സ്പീഡിലാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബ്ലോക്ക് ചെയിൻ നമ്മളിലേക്ക് വരുമ്പോൾ ഇത് പലരും ചിന്തിക്കുക ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലൊരു ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ചിന്തിക്കുക. പക്ഷേ ഇന്ത്യയിൽ വരുന്ന ഈ ഒരു ബ്ലോക്ക് ചെയിന്റെ പ്രത്യേകത ഏതൊരു മേഖലയിൽ നിന്നുള്ള ബിസിനസ് കാര്യങ്ങളും ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അതായത് ഫൈനാൻസ് മേഖല ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള മേഖലയിൽ നിന്നുള്ള ഒരുപാട് പ്രോജക്ട്സ് ഈ ഒരു ബ്ലോക്ക് ചെയിനുമായി കണക്ട് ചെയ്ത് അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു മാസ്റ്റർ സ്റ്റോക്ക് ടെക്നോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ലീഗൽ ഡോക്യുമെന്റ്സ് നമുക്ക് വെബ്സൈറ്റിൽ തന്നെ അറിയാൻ കഴിയും. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, കമ്പനി പാൻ കാർഡ്, GST സർട്ടിഫിക്കറ്റ്, MSME സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അതുപോലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. കൂടാതെ ഇതിനകത്ത് അപ്പിയറി, അതുപോലെ തന്നെ STP സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ ആ രീതിയിൽ ബാക്കപ്പ് ചെയ്ത് ഇൻക്യുബേറ്റഡ് ചെയ്തിട്ടാണ് ഈ ഒരു സംരംഭം വന്നിട്ടുള്ളത്. അപ്പോ ഈ ഒരു ബ്ലോക്ക് ചെയിനകത്തേക്ക് വന്നിരിക്കുന്ന ഭാഗമായിട്ടുള്ള ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാനേജ്മെന്റ് ടീമിൽ വരുന്നത് ഫൗണ്ടർ ആൻഡ് CEO മഹേന്ദ്ര ഡൊമാസെ, അതുകൂടാതെ പ്രമോദ് ബരാട്ടെ, അദ്ദേഹം കോ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറാണ്. ടീം ഓഫ് എക്സ്പെർട്ടൈസിൽ വരുന്നത് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി വലിയ ബ്ലോക്ക് ചെയിനകത്തൊക്കെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിട്ടുള്ള രാജ് കപൂർ സാറാണ്. അദ്ദേഹം ഫൗണ്ടർ, ഇന്ത്യൻ ബ്ലോക്ക് ചെയിൻ അലയൻസ് ചെയർമാൻ, ഗ്ലോബൽ അലയൻസ് ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കൂടാതെ പ്രസന്ന ലോഹർ, അദ്ദേഹം ബാങ്കിങ് മേഖലയിലാണ്, അവാർഡ് വിന്നിംഗ് CXO ബാങ്കർ, ഡിജിറ്റൽ ആർക്കിടെക്ട്, ഇൻഡസ്ട്രി ഇന്നോവേറ്റർ. കൂടാതെ കമലേഷ് നഗവരെ, അദ്ദേഹം ഗെയിമിംഗ് രംഗത്ത് പ്രമുഖനാണ്. അതുപോലെ തന്നെ ഫേമസ് ബ്ലോക്ക് ചെയിൻ സെലിബ്രിറ്റി ഇൻ ഇന്ത്യ, TEDx സ്പീക്കർ, മെന്റർ ഇൻ അപ്പിയറി. കൂടാതെ റിയൽ എസ്റ്റേറ്റ് രംഗം ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനിൽ മുകുന്ദെ, PhD സ്കോളർ അറ്റ് SP Jain മുംബൈ ആൻഡ് CEO ബ്രിസ്ക് ചെയിൻ. സോ ഇതിന്റെ ഒരു ലീഗൽ പാർട്ട് നോക്കുവാണെങ്കിൽ ലീഗൽ അഡ്വൈസേഴ്സ് ആയിട്ട് വരുന്ന ഫാത്തം ലീഗൽ എന്ന് പറയുന്ന കമ്പനിയാണ്. അതിന്റെ ഫൗണ്ടർ ഡയറക്ടർ ആയിട്ട് വരുന്നത് അഡ്വക്കേറ്റ് ഇഷിത ശർമ്മ. കൂടാതെ ഇതിലെ ബാങ്കിങ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കോടാക് മഹീന്ദ്ര ബാങ്ക്, AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്. അപ്പോ ഇതൊക്കെയാണ് കമ്പനിയുടെ മാനേജ്മെന്റ് ടീമും അതുപോലെ തന്നെ ബാങ്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമുക്കൊരു ബ്ലോക്ക് ചെയിനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു വരുമാന സ്രോതസ് നമുക്ക് ഇന്ത്യയിലേക്ക് നേരിട്ട് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോ ആദ്യമായിട്ട് MST ലെയർ 1 ബ്ലോക്ക് ചെയിൻ അതിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ചെയിനകത്ത് നേറ്റീവ് കോയിൻസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ കറൻസീസ് ക്രിയേറ്റ് ചെയ്യാൻ ട്രാൻസാക്ഷൻ ഫീസ് കാര്യങ്ങൾ, ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ്, DeFi, നോൺ
ഫഞ്ചിബിൾ ടോക്കൺസ് NFTs ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ട്രേഡിംഗ്, അതുപോലെ തന്നെ ഡിജിറ്റൽ അസറ്റ്സ് ഇൻക്ലൂഡിംഗ് ആർട്സ്, കളക്ടബിൾസ് ആൻഡ് ഇൻ ഗെയിം ഐറ്റംസ്. കൂടാതെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ട്രാക്സ് ദ ഒറിജിൻ, മൂവ്മെന്റ് ആൻഡ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്. അതുപോലെ തന്നെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ കാര്യങ്ങൾ, വോട്ടിംഗ് സിസ്റ്റംസ്, ഗെയിമിംഗ്, കൂടാതെ ക്രോസ് ബോർഡർ പേയ്മെന്റ്സ്. ഓക്കെ, ട്രഡീഷണൽ സെക്ടേഴ്സിൽ നമുക്ക് വരുന്ന മെഡിക്കൽ, ബാങ്കിങ്, അഗ്രികൾച്ചർ, ഇ-കൊമേഴ്സ്, ഹോട്ടൽ ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലയിൽ നിന്നൊക്കെ നമുക്ക് ഇതിലേക്ക് പ്രോജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ഒരു ബ്ലോക്ക് ചെയിൻ MST ബ്ലോക്ക് ചെയിനിലേക്ക് 75 പ്രോജക്ട്സ് ടെസ്റ്റ് റണ്ണിലാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്തൊരു അവസരം, എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ ഇന്ത്യയിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രയോജനം? ഓക്കെ, നമുക്കറിയാം പലതരത്തിലുള്ള ബ്ലോക്ക് ചെയിനുകൾ ഇതിനു മുന്നേ ക്രിയേറ്റ് ചെയ്യുന്ന അതേ ഒരു സ്റ്റെപ്പ് ഇനീഷ്യൽ ഫേസിൽ ഈ ഒരു ബ്ലോക്ക് ചെയിനും എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാവുന്ന പല ബ്ലോക്ക് ചെയിനുകളിലും അതിന്റെ ഇനീഷ്യൽ ഫേസിൽ നടക്കുന്ന ഒരു കാര്യമാണ് നോഡ് ക്രിയേഷൻ, അതുപോലെ തന്നെ അതിനകത്ത് നോഡ് വാലിഡേറ്റർ ആവുക എന്നുള്ളത്. സാധാരണഗതിയിൽ ഇതുവരെയുമുള്ള ഒരു ബ്ലോക്ക് ചെയിനിലും നമുക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചിരുന്നില്ല. കാരണം അതിന്റെയൊക്കെ ബ്ലോക്ക് ചെയിൻ ഒക്കെ ക്രിയേറ്റ് ആയി ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ് അതിന്റെ കോയിന്റെ ഒക്കെ ഒരു പ്രൈസ് വലിയ രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം വരുന്നു എന്നൊക്കെ. പക്ഷെ ഈ ഒരു ബ്ലോക്ക് ചെയിന്റെ കാര്യം നമുക്ക് ഏർലി സ്റ്റേജിൽ നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ നോഡ് വാലിഡേറ്റർ ആവുക എന്നുള്ളതാണ്. അതിൽ കിട്ടുന്ന ബെനിഫിറ്റ്, റിവാർഡ് ഇൻസെന്റീവ്സ് കിട്ടും. ക്രിപ്റ്റോ ഇതിന്റേതായിട്ടുള്ള ഒരു മദർ കോയിൻ ഉണ്ടാവും. എല്ലാ ബ്ലോക്ക് ചെയിനും ഒരു ട്രാൻസാക്ഷൻ ഫീസ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മദർ കോയിൻ ഉണ്ടാവും. ആ കോയിൻ നമുക്ക് റിവാർഡായിട്ട് ഏൺ ചെയ്യാനും, അതുപോലെ തന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ ഇതിൽ വരുന്നതിനകത്തൊക്കെ നമ്മൾക്ക് ഇൻകം സോഴ്സസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ നമ്മുടെ മുന്നിലേക്ക് തരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തൊരു വാലിഡേറ്റർ ആവാൻ സാധിക്കുക? ഓക്കെ, ഇതിൽ 42 നോഡുകളാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അതില് ആദ്യത്തെ 3 നോഡ് മാസ്റ്റർ സ്റ്റോക്ക് ടെക്നോസോഫ്റ്റ് തന്നെ ഹോൾഡ് ചെയ്യുന്നു. ബാക്കി വരുന്ന 39 നോഡ്സ് ആണ് പബ്ലിക്കിലേക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ നോഡിന്റെ ഫ്രാക്ഷൻ എങ്ങനെയാണ് അതിന്റെ വില വരുന്നത് എന്ന് മനസ്സിലാക്കാം. 42 നോഡ്, അതിനെ ഓരോ നോഡിനെയും 70,000 ഫ്രാക്ഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോ 2024 ഓഗസ്റ്റ് മാസമാണ് മാസ്റ്റർ സ്റ്റോക്ക് എന്ന് പറയുന്ന കമ്പനി രൂപപ്പെടുന്നതും, അതുപോലെ തന്നെ ഇവരുടെ ബ്ലോക്ക് ചെയിൻ റൺ ചെയ്തു തുടങ്ങിയത് നവംബർ 8, 2024 മുതലുണ്ട്. ഓക്കെ, അപ്പോ ആ ഒരു ടൈം പീരീഡില് ശേഷം നമുക്ക് ഈ ഒരു നോഡ് ക്രിയേഷൻ വന്നു. നോഡ് ക്രിയേഷൻ സമയത്ത് ഇതിന്റെ ഈ 70,000 ഫ്രാക്ഷൻ തിരിച്ചിട്ട് അതിനൊരു വില ഇട്ടിരിക്കുന്നു. അതായത് ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് അതിനകത്ത് വില വ്യത്യാസം വരുന്നത്. സ്റ്റേജ് 1 1000 രൂപ മുതൽ ഇതിനകത്ത് ഒരു ഫ്രാക്ഷൻ വാങ്ങാനുള്ള അവസരമാണുള്ളത്. 1000 രൂപയ്ക്ക് വാങ്ങുന്ന വ്യക്തി പ്ലസ് GST കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഫ്രാക്ഷൻ വാങ്ങുന്നത്. ഓക്കെ, സ്റ്റേജ് 1 എന്ന് പറയുന്ന കാറ്റഗറി മുതൽ സ്റ്റേജ് 6 10,000 രൂപ മുതൽ ഇതിന്റെ വില സ്റ്റാർട്ട് ചെയ്യും. അതായത് സ്റ്റേജ് 6 വരുന്ന നോഡ് വാങ്ങണമെങ്കിൽ 10,000 രൂപ പ്ലസ് GST ആണ് വില വരുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. നോഡ് സെല്ലിംഗ് ലെവൽ, അതായത് 42 നോഡിനെ 7 നോഡുകൾ വെച്ചിട്ട് ഓരോ ലെവലുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് ലെവലിനകത്ത് 7 നോഡുണ്ട്. ആദ്യത്തെ 3 കമ്പനി ഹോൾഡ് ചെയ്യുന്നു. 4, 5, 6, 7 അങ്ങനെ 7 നോഡുകളാണ് ആദ്യത്തെ ജെനസിസ് എന്ന് പറയുന്ന ലെവലിൽ വരുന്നത്. അപ്പോ സ്റ്റാർട്ടിങ് ചെയ്ത 4ാമത്തെ നോഡ് മുതലാണ് നമുക്ക് പബ്ലിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 4ാമത്തെ നോഡിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 1000 രൂപ പ്ലസ് GST ആയിരുന്നു. അത് കഴിഞ്ഞ് 5ാമത്തെ നോഡ് കഴിഞ്ഞ് ഇപ്പൊ 6ാമത്തെ നോഡാണ് പ്രസന്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ളത്. ആക്റ്റീവ് ആയിട്ടുള്ള 6ാമത്തെ നോഡിലെ വില, ഇന്നത്തെ വില വരുന്നത് 1806 രൂപയാണ്. ഇൻക്ലൂഡിങ് GST ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ അത് 7ാമത്തെ നോഡ് വരെ 2000 രൂപ വരെയൊക്കെയാണ് ആ ഒരു റേറ്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷം അടുത്ത ലെവൽ 7ാമത്തെ നോഡ് കഴിഞ്ഞ് 8ാമത്തെ നോഡ് മുതൽ വരുന്ന താഴത്തെ ആൽക്കമി എന്ന് പറയുന്നതിലായിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു ഫ്രാക്ഷന്റെ വില 2000 പ്ലസ് GST ആയിരിക്കും. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് 6ാമത്തെ ലെവൽ എത്തുമ്പോൾ, അതായത് 42ാമത്തെ നോഡ് എത്തുന്ന ഒരു സമയം ഇതിന്റെ വില 10,000 രൂപ പ്ലസ് GST ആണ് ഒരു ഫ്രാക്ഷന്റെ വില. നമ്മൾ ഭാഗ്യവാനാണ്, നമുക്ക് ഈ ഒരു അവസരം ഇപ്പോൾ കാണാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ 1ാമത്തെ സ്റ്റേജിൽ, അതായത് ഇതൊരു ബ്ലോക്ക് ചെയിന്റെ ഇനീഷ്യൽ ഫേസിൽ തന്നെ നമുക്ക് ഈ ഒരു അവസരം കാണുവാനുള്ള ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നു. അപ്പോ ഇതില് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഇതിന്റെ ഒരു ഫ്രാക്ഷൻസ് വാങ്ങാനുള്ള ഒരു അവസരമാണ് ലഭിച്ചിട്ടുള്ളത്. 42 നോഡുകളാണ് ടോട്ടൽ ഉള്ളത്. അതിൽ തന്നെ ഒരു കാൽക്കുലേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം പേർക്കാണ് ഈ അവസരം കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാം. 42 നോഡ് 42 × 70,000. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 29,40,000
ഫ്രാക്ഷൻസ് ആണ് വരിക ടോട്ടൽ. അതില് ആദ്യത്തെ 3 നോഡുകൾ കമ്പനി ഹോൾഡ് ചെയ്യുന്നു. 3 നോഡ് എന്ന് പറഞ്ഞാൽ 70,000 വെച്ചിട്ട് വരുന്ന 3 നോഡുകൾ. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2,10,000. ഓക്കെ, 2,29,40,000 നിന്ന് നമ്മൾ 2,10,000 കുറച്ചു കഴിഞ്ഞാൽ ആകെ 27,30,000 ഫ്രാക്ഷൻസേ ബാക്കിയുള്ളൂ. അതിൽ തന്നെ 2 നോഡുകൾ 4ഉം 5ഉം ഓൾറെഡി ഫിനിഷായി. ഓക്കെ, അതായത് 1,40,000 ഫിനിഷ് ആയി കഴിഞ്ഞാൽ 25,90,000 ഫ്രാക്ഷൻസേ ബാക്കിയുള്ളൂ. ഇതിപ്പോൾ ഒരാൾ 5 ഫ്രാക്ഷൻ വെച്ച് വാങ്ങാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും 5,18,000 പേർക്കേ ഇത് വാങ്ങാനുള്ള അവസരമുള്ളൂ. ഇന്ത്യയില് 140 കോടി ജനങ്ങൾ ഉള്ളതിൽ വെറും 5,18,000 പേർക്കേ ഈ ഒരു ചാൻസ് കിട്ടുന്നുള്ളൂ ഈ MST ബ്ലോക്ക് ചെയിന്റെ വാലിഡേറ്റർ ആവാൻ. ഓക്കെ, ആ ഒരു അവസരമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമ്മുടെ ടീമിലും അതുപോലെ വേറെ പലയിടത്തായിട്ടും ഈ ഒരു ബിസിനസ് പ്രകാരം 5,18,000 ഇപ്പൊ നിലവിലില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ പലരും 10 നോഡ് 10 ഫ്രാക്ഷൻ വാങ്ങുന്നു, 20 എണ്ണം വാങ്ങുന്നു, 50 വാങ്ങുന്നു, 100 വാങ്ങുന്നത് നമ്മുടെ ടീമിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 250 ഫ്രാക്ഷൻ വാങ്ങിയിട്ടുള്ള ഇന്ത്യൻസും ഉണ്ട്. സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ 5,18,000 പോലും ഇപ്പൊ ഇല്ല. ഓൾമോസ്റ്റ് കാൽക്കുലേഷൻ വരുവാണെങ്കിൽ 3 ലക്ഷത്തിൽ താഴെ ഫ്രാക്ഷൻസ് ആണ് അവൈലബിൾ ഉള്ളൂ. അതിൽ തന്നെ പകുതി കമ്പനി പറയുന്നു, 21 നോഡൊക്കെ എത്തുമ്പോഴേക്കും കമ്പനി പറയുന്നുണ്ട്. അതിന് മുന്നേ തന്നെയാണെങ്കിലും ഇത് ഇപ്പോൾ ഇന്ത്യൻസിന് മാത്രമാണ് അവൈലബിലിറ്റി ഉള്ളൂ. ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ വേണം, പാൻ നമ്പർ വേണം, OTP ലിങ്ക് ചെയ്ത നമ്പറും ഉണ്ടെങ്കിലാണ് നമുക്കത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാണ് KYC കംപ്ലീറ്റ് ആയാൽ നമുക്ക് ഇതിനകത്ത് പർച്ചേസിങ് നടക്കും. ഇനി ഇത് പബ്ലിക്കിലേക്ക് കൊടുക്കുക. കാരണം ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബലി പോകേണ്ടതാണ്. അതുകൊണ്ട് പബ്ലിക്കിലേക്ക് ഫോറിനേഴ്സിനൊക്കെ ഇത് പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു അവസരമുണ്ട്. അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ 21 നോഡ് വരെയൊക്കെ എത്താം. പക്ഷേ ചിലപ്പോൾ അതിന് മുന്നേയും ഇത് പബ്ലിക്കിലേക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഫോറിനേഴ്സ് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് വാങ്ങാനായിട്ട് ഉണ്ടാവില്ല. സോ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവസരം കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഈ ഫ്രാക്ഷൻ വാങ്ങാം എന്നുള്ള അവസരമാണുള്ളത്. എന്തൊക്കെയാണ് ഫ്രാക്ഷൻ വാങ്ങിയാൽ കിട്ടുന്ന ബെനിഫിറ്റ്? ഓക്കെ, നമുക്ക് കിട്ടുന്നത് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ഏതൊരു ബ്ലോക്ക് ചെയിനും ഒരു മദർ കോയിൻ ഉണ്ടാവും അതിന്റെ ഒരു ഫീസ് കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അതിൽ നമുക്ക് ഇവിടെ MSTC എന്നാണ് നമ്മുടെ കോയിന്റെ പേര്. 8.4 ബില്യൺ ആണ് ഇതിന്റെ സപ്ലൈ വരുന്നത്. ഇത് 20 വർഷം കൊണ്ടാണ് മൈൻ ചെയ്ത് കഴിയുക. നമുക്ക് ഈ ഒരു കോയിൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ വാങ്ങുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഡെയിലി ഈ ഒരു റിവാർഡായിട്ട് നമ്മുടെ MSTC കോയിൻ നടക്കുന്നുണ്ട്, വാലിഡേഷൻസ് നടക്കുന്ന കൂട്ടത്തില്. അപ്പോ ഡെയിലി വരുന്നത് തുടക്കം സ്റ്റേജിൽ 20 കോയിൻ വരെ ഒരു ഫ്രാക്ഷന് കിട്ടിയിരുന്നു. ഓരോ നോഡ് കഴിയുമ്പോഴും ഇതിന്റെ എണ്ണം കുറഞ്ഞു വരും. ഇപ്പൊ ആറാമത്തെ നോഡിനകത്ത് ഒരു ഫ്രാക്ഷൻ വാങ്ങുന്ന വ്യക്തിക്ക് കിട്ടുന്നത് വെച്ചാൽ 13.71 കോയിൻസ് ആണ് ഡെയിലി. ഓക്കെ, 6ാമത്തെ നോഡ് കഴിയുന്നത് വരെ തുടരും. അടുത്തത് 7ാമത്തെ നോഡിലേക്ക് എത്തുമ്പോൾ 11.6 ആയിരിക്കും അതിനകത്ത് കിട്ടുന്ന കോയിന്റെ എണ്ണം. അങ്ങനെ ഓരോ നോഡ് ഫിനിഷ് ആയി 42ാമത്തെ നോഡ് എത്തുമ്പോഴേക്കും 1.96 കോയിൻസ് ആയിരിക്കും ഡെയിലി കിട്ടുക. ഓക്കെ, ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ 2 വർഷം കൂടുമ്പോഴേക്കും ഹാഫിംഗ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സിസ്റ്റം, അതായത് ചില ബിറ്റ് കോയിൻ പോലെയുള്ള ബ്ലോക്ക് ചെയിനകത്ത് വരുന്നതാണ് 4 വർഷം കൂടുമ്പോൾ ഹാഫിംഗ് വരുന്നത്. ഈ സിസ്റ്റം ഇവിടെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഇത് 2 വർഷം കൂടുമ്പോഴാണ് ഹാഫിംഗ് നടക്കുക. 2024 നവംബർ 8 തുടങ്ങിയ ബ്ലോക്ക് ചെയിൻ, റൺ ചെയ്ത ബ്ലോക്ക് ചെയിൻ 2026 നവംബർ 8 ആകുമ്പോഴേക്കും 2 വർഷം പൂർത്തിയായി ഫസ്റ്റ് ഹാഫിംഗിലേക്ക് കടക്കും. അപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ള 8.4 ബില്യന്റെ നേരെ പകുതി തന്നെ 2 ഇയേഴ്സിനുള്ളിൽ തന്നെ മൈൻ ചെയ്ത് കഴിയുന്നുണ്ടാവും. ഓക്കെ, ആ മൈൻ ചെയ്ത കോയിൻസ് നമുക്ക് ഡെയിലി കിട്ടുന്ന ഈ കോയിൻസ് അതിന്റെ നേർ പകുതി കമ്പനി സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന മെക്കാനിസം വഴി ഹോൾഡ് ചെയ്യുന്നുണ്ട്. റിമൈനിങ് എമൗണ്ട് ആണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, സോ ആ രീതിയിൽ സ്റ്റേക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് 42 നോഡ് ഫിനിഷ് ആവുന്ന സമയത്ത് സ്റ്റേക്കിംഗ് വേണം വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് വീണ്ടും അത് സ്റ്റേക്കിംഗ് തന്നെ തുടരുകയാണെങ്കിൽ സ്റ്റേക്കിംഗ് റിവാർഡ് മേൺ ചെയ്യാൻ സാധിക്കും. കൂടാതെ ഈ കോയിൻ ലിസ്റ്റ് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ജനുവരി പകുതിയോടുകൂടി എക്സ്ചേഞ്ചുകളിലേക്ക് വരുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഇതിനകത്ത് സ്വാപ്പിംഗ് വാലറ്റ് ആഡ് ആവുന്നുണ്ട്. ഡിസംബറോട് കൂടി സ്വാപ്പിംഗ് വാലറ്റ് വരും. ബ്രിഡ്ജ് കീ എന്ന് പറയുന്ന സ്വാപ്പിംഗ് വാലറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോയിൻസ് നേരെ കൺവേർട്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. INR-ലേക്കും അതുപോലെ USDC-ലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ ആരൊക്കെയാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്, ഈ ഹോൾഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ വരാൻ പോകുന്ന ഇപ്പോൾ തന്നെ 75 കമ്പനികൾ ടെസ്റ്റ് റണ്ണിലുണ്ട്. ഈ ടെസ്റ്റ് റൺ ചെയ്യുന്ന കമ്പനികളുടെ ഒക്കെ പ്രോജക്ട്സ് റൺ ആകുമ്പോൾ അതിനകത്ത് ട്രാൻസാക്ഷൻ ഫീസ് വരുന്നുണ്ടാവും കമ്പനിക്ക്.
ഓക്കെ, ആ ട്രാൻസാക്ഷൻ ഫീസിന്റെ ഒരു വിഹിതം ഓരോ നോഡ് വാലിഡേറ്റേഴ്സിനും അർഹതപ്പെട്ടതാണ്. ഓക്കെ, അത് ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യുന്നിടത്തോളം കാലം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ കാലശേഷവും നമ്മുടെ ഭാവി തലമുറയ്ക്കും ഈ ഒരു ബ്ലോക്ക് ചെയിന്റെ രീതിയിലുള്ള ട്രാൻസാക്ഷൻ ഫീസിന്റെ ഒരു ഷെയർ കിട്ടിക്കൊണ്ടിരിക്കും എന്നർത്ഥം. സോ ഈ രീതിയിൽ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ചെറിയ ഒരു അവകാശം നേടിയെടുക്കുന്നതിലൂടെ 20 വർഷത്തേക്ക് നമുക്ക് നമ്മുടെ MSTC കോയിൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതിനും അതുകൂടാതെ തന്നെ ഇതിൽ വരുന്ന കമ്പനികളുടെ ഒക്കെ ഒരു ട്രാൻസാക്ഷൻ ഫീസിന്റെ ഒരു വിഹിതം ഏൺ ചെയ്യുന്നതിനുമുള്ള ഒരു അവസരമാണ് ഈ നോഡ് വാലിഡേറ്റേഴ്സിന് കിട്ടിയിട്ടുള്ളത്. ഇത് മുന്നേ വേറൊരു പ്രോജക്റ്റിൽ നമുക്ക് അങ്ങനെ രീതിയിൽ കിട്ടുന്ന ഒരു അവസരമില്ല. ഈ ഒരു സംവിധാനം ഇന്ത്യയിൽ നമ്മൾ ഫ്രാക്ഷൻ വാങ്ങുന്നത് GST കൊടുത്തിട്ടാണ്. സോ ആ രീതിയിൽ നമുക്ക് ഒരു ലോങ് ടൈമിലേക്ക് നമ്മളുടെ ലൈഫ് ഫുള്ളി സെക്യൂർ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന, അതുപോലെ വലിയൊരു ഇൻകത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. കാരണം മലയാളി സമൂഹം ഇതുവരേക്കും ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മളാണ് ഇപ്പൊ ഇതിന്റെ ഒരു പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു വരുന്നത്. കൂടുതൽ പേര് നമ്മുടെ മലയാളികൾക്ക് ഈ ഒരു അവസരം കിട്ടാനുള്ള ഒരു ചാൻസ് ആണ്. കാരണം ഓരോ വീട്ടിലും ഒരു ഫ്രാക്ഷൻ എങ്കിലും വാങ്ങുക എന്നുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും ഭാവിയിൽ നമ്മൾ ഇപ്പോൾ ഈ ചാൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതിൽ വരുന്ന പ്രോജക്റ്റുകൾ, ഇതിനകത്ത് വരുന്ന ഒരു സാമ്പിൾ പ്രോജക്റ്റ് ആണ് MST പേ ഗൂഗിൾ പേ പോലെയുള്ള ഒരു സൈറ്റ് ആണ്, ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് സാധാരണ നമ്മുടെ ഡേ ടു ഡേ പേയ്മെന്റ്സ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ഫീസ് കിട്ടും. ഓക്കെ, അതുപോലെ ഒരുപാട് പേര് യൂസ് ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ നമുക്ക് അതിന്റെ ഒരു വിഹിതം ഏൺ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇതിലൊരു പാർട്ണറായി മാറിയില്ല എങ്കിൽ നാളെ ഈ ഒരു സംവിധാനം യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമറായി നമ്മൾ മാറേണ്ടി വരും. ഓക്കെ, കൂടാതെ നമുക്ക് ഇതിനകത്ത് ഒരു ഇൻകം പ്ലാൻ ഉണ്ട്. ഇൻകം പ്ലാന് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു സ്ഥിര വരുമാനം ഏൺ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. കാരണം നമുക്ക് ഇതിനകത്ത് റാങ്കിങ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി റെക്കഗ്നൈസ് ആവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് ഈ വരുന്ന ട്രാൻസാക്ഷൻ ഫീസിന്റെ ഒരു വിഹിതം ഈ രീതിയിൽ ഒരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്ന വ്യക്തികൾക്കുള്ളതാണ്. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളത് മീറ്റിംഗ്സ് കാര്യങ്ങൾ നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ പഠിക്കാം. തീർച്ചയായിട്ടും ഇതാണ് ബേസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. കൂടുതൽ നിങ്ങൾക്ക് പുതിയ വ്യക്തികൾക്ക് എന്തെങ്കിലും ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സേതു സാർ ആൻസർ ചെയ്യുന്നുണ്ടാവും. അതുകൂടാതെ കൂടുതലായിട്ടുള്ള ഡിസ്കഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ശേഷം തന്നെ സെയിം ലിങ്കിൽ ആരംഭിക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും എങ്ങനെയാണ് ബ്ലോക്ക് ചെയിന്റെ രീതിയിലുള്ള ഈ ഒരു സംരംഭം നമ്മുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഓവർ ടു സേതു സാർ.